ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ മസാലയാണ് കേട്ടോ. മീൻ എന്ന് പറയുമ്പോൾ ഏത് മീൻ വേണം എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മത്തിയാണ്. അപ്പോൾ അത് ഒരു 6 മത്തിയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഈ മീനിപ്പോൾ ഞാൻ നന്നാക്കിയതിന് ശേഷം വിനാഗിരിയും ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഈ മീൻ മസാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ മസാല ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള മീനെല്ലാതും വരഞ്ഞ് വെച്ചിട്ടുണ്ട്. വരഞ്ഞ് വെക്കുമ്പോൾ നല്ലപോലെ ആഴത്തിൽ വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ കൂടുതലാണ് മസാലയും അതുപോലെ തന്നെ എരിവും പുളിയും ഒക്കെ കയറി പിടിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് കണ്ടില്ലേ, ഇത്രയും കോൽപ്പുളി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞ് ആ വെള്ളം നമുക്ക് ഈ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ മീനിലേക്കൊക്കെ പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 നുള്ളു ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതെല്ലാമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ മീനിലെല്ലാം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് തിരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് മീൻ മസാല ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ മസാലയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള കേട്ടോ, മീഡിയം സൈസ് വലിപ്പമുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിനൊപ്പം തന്നെ ചതച്ചെടുത്ത മീഡിയം സൈസ് വലിപ്പമുള്ള ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി ചതച്ചത്, 3 മുളക് അരിഞ്ഞെടുത്തത്, 2 തക്കാളി അരിഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്കിത് നല്ലപോലെ വാട്ടിയെടുക്കണം കേട്ടോ. നല്ലപോലെ ഇത് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 നുള്ള് ഉലുവപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. അപ്പോൾ ഇതേ മസാലയിലേക്കുള്ള പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം അതൊന്ന് മൂത്ത് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികളെല്ലാം അതും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ നമ്മൾ ഈ മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റല്ലേ നോക്കുക. അഥവാ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് ബാലൻസ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മീനുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കുക. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് തുറന്ന് നോക്കാണ് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള മീൻ നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡ് നമ്മൾ വേവിച്ചെടുക്കണ്ടേ. അപ്പം മീനെല്ലാതും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. ഇപ്പം ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിപ്പോൾ ചോറിൻ്റെ ഒപ്പം മാത്രമല്ല ചപ്പാത്തിയുടെ ഒപ്പം കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം. പിന്നെ ഈ മത്തിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത്. മത്തിയിൽ തന്നെ വേണമെന്നില്ല, വേറെ ഏത് മീനിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒപ്പീനിയനാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കില്ലേ, അതിനേക്കാളും കൂടുതൽ ടേസ്റ്റ്
ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെയല്ലേ എന്ന് നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇത് കഴിക്കുമ്പോഴേ ഇപ്പോൾ മീനിൻ്റെ ഒരു കഷ്ണം എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആ മസാല കൂടി എടുത്ത് വേണം കഴിക്കാനായിട്ട്. അപ്പോഴാണ് ശരിക്കും അതിന് ടേസ്റ്റ് അറിയാൻ പറ്റുക. അതിൻ്റെ ഒപ്പം തന്നെ ഈ മല്ലിയിലയുടെയും അതുപോലെ തന്നെ വേപ്പിലയുടെയും ഫ്ലേവറും കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.